ചോദ്യം റെസ്പിൻ അന്ന് വേസ്റ്റ് നിലത്തിട്ട് അടിച്ചു വലിപ്പിച്ചില്ലേ? അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടില് വേസ്റ്റ് ഒക്കെ വലിച്ചെറിയാറുണ്ടോ? അതിന്റെ ദേഷ്യം വന്നാലേ അറിയോ? ചെലപ്പോ അറിയൂലേ? അതാ കുട്ടി ചെറുപ്പം. ആ കുട്ടിക്ക് ഇത്തിരി ദേഷ്യം വന്നാൽ അറിഞ്ഞു. നമുക്ക് ക്ഷമിക്കാം. നമ്മുടെ വീട്ടിലായാലും നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആളുകൾ അറിയൂലേ? അറിയും. തരുന്നവരുണ്ടാവും, തീർച്ചയായിട്ടുണ്ടോ? അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളങ്ങനെ ചിന്തിച്ചു നോക്കി. സത്യം പറഞ്ഞു നമ്മുടെ ഇടയിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ചിലപ്പോ ചട്ടി എടുത്ത് അടിക്കുന്ന കാരണവരുണ്ടാവും, തലമുറ കാരണവരുണ്ടാവും, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ മക്കളെ നമ്മള് പുള്ളിക്കാരി പുറത്തേക്ക് വന്നപ്പോഴും അല്ല റെസ്പിനല്ലേ, റെസ്പിനെ ചങ്കണം അവന് മുത്താണ് എല്ലാം നിങ്ങൾ നല്ലതല്ലേ? അത് പ്രോത്സാഹിപ്പിക്കുക. ഞാൻ പോണ് ജിമ്മൊക്കെ കാണണ്ടേ, നമുക്ക് പോയി കാട്ട് അവന് വളരട്ടെ. നമ്മുടെ ലൈഫിലൊക്കെ എല്ലാവരും വളരാനുള്ള അവസരമല്ലേ? നമ്മുടെ ഗെയിമൊക്കെ അവിടെ തീർന്നു. സത്യം ആ അത്രയും ദിവസം നമ്മുടെ ഗെയിമെല്ലാം ആ ഗെയിം ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ എടുത്തോണ്ട് എന്റെ ലൈഫിലെ എക്സ്പീരിയൻസ് മൊത്തം അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കണം, അതെല്ലാവരും തിരിച്ചു ഉപദ്രവിക്കണം അതിൽ നേരിടുള്ളൂ. അവരൊന്നും ഉപദ്രവിച്ചല്ല നമ്മളെ, അവരുടെ ഗെയിമിന്റെ ഭാഗമാണത്. ഞാൻ എന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഇഷ്ടം പോലെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ശരി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കണം, അതൊക്കെ അതിൻ്റെതായ ഭാഗത്തിന് വിടാം. അവിടെ തീർന്നു. എന്റെ ഞാൻ ചെയ്ത ശരികളും തെറ്റുകളും അവർ ചെയ്ത തെറ്റുകളും ശരിയൊക്കെ എന്റെ മനസ്സിലവിടെ തീർന്നു. ഞാൻ അവിടെ തീർത്തിട്ടുണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട്സാണ് അവര്. അവരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും. നിങ്ങളെ കഴിവിക്കുന്നു. അത് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കഴിവുണ്ടാവട്ടെ. കാരണം ഞാൻ ബിഗ് ബോസിൽ പഠിച്ച ആളാണ്. കാരണം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കാനായിട്ട് അത് ഏറ്റവും നല്ല പാഠമാണ്. കാരണം